58, 59, 2. രാഹുകാലം കഴിഞ്ഞ് മുടി കെട്ടിയായിരുന്നോ രാജുവിന്റെ രാജയുടെ കടയിൽ പോയി? ഉടുപ്പ് ടോമാഞ്ചെറി നല്ലയോ? ഒരു സ്വർണ്ണ മാച്ചൂടായാലോ? നിനക്ക് ആ കടയിൽ പോയ പെഡിഗ്രി ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പെഡിഗ്രി അല്ല, പെഡിക്യൂർ. എന്തോ ആയാലും അറിഞ്ഞിട്ടാണോ നീ ചെയ്യാനേ? 500 പവൻ കിട്ടുന്നതാണ്. ഇതിന്റെ പേരിലെങ്ങാനും പറഞ്ഞു കല്യാണം കണ്ടു മുടയാലോ? എടാ നോക്കണേ അങ്ങോട്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് എന്നെ കണി കാണാൻ കിട്ടില്ല. അതാണ് ഞാൻ നഖം വെട്ടി. അമ്മേ, ഈ ലാസ്റ്റ് ആയിട്ട് നഖം വെട്ടിയതാരാ? അത് മോനെ അച്ഛനാണ്. അല്ല, അച്ഛൻ മരിച്ചിട്ട് 10 കൊല്ലമായി. ചേട്ടാ ഈ പുല്ലൊരു ആവശ്യത്തിന് നോക്കിയ കാണത്തില്ലല്ലോ. ഇത് കാരണം 200 പവൻ പോവും. പണ്ട് നീ ഒറ്റൊരുത്തൻ കാരണം നിന്റെ അച്ഛൻ മരിച്ചത്. ചൊവ്വാഴ്ചയായിട്ടാണോ നഖം വെട്ടുന്നേ? എടാ അച്ഛന് ദോഷമാ, ചൊവ്വാഴ്ച നഖം വെട്ടരുത്. എന്നാ 2 ദിവസം കഴിഞ്ഞിട്ട് വെട്ടാ. എടാ വെള്ളിയാഴ്ച നഖം വെട്ടിക്കൂടാ. ഇന്ന് ചൊവ്വയല്ല. എടാ 6 മണിക്ക് ശേഷം നഖം വെട്ടരുത്, അച്ഛന് ദോഷമാന്ന്. ഇന്ന് ചൊവ്വയല്ല വെള്ളിയല്ല, സമയം 6 മണി ആയിട്ടുമില്ല. എടാ പെരക്കകത്തിരുന്ന് നഖം വെട്ടു ആരേലും, അച്ഛന് ദോഷമാന്ന്. വെളിയിലെങ്ങാനും പോയി നഖം വെട്ട്. എടാ മനുഷ്യന്മാര് നടക്കുന്നിടത്ത് നഖം വെട്ടരുതെന്ന്, വെളിയിലെങ്ങാനും പോയി നഖം വെട്ട്. അങ്ങ് കുറ്റിക്കാട്ടി പോയിട്ടാലും നഖം വെട്ടി. നഖം വെട്ടിയത് വെളിയിലെങ്ങാനും വന്നാ കളഞ്ഞേക്കുന്നേ, വീടിന്റെ പരിസരത്തൊന്നും അല്ലല്ലോ. നഖത്തിന്റെ മണ്ടക്കൂടെ മറികടന്നാലുണ്ടല്ലോ അച്ഛന് ദോഷമാ. ഞാനങ്ങ് ദൂരെ കളഞ്ഞേ. അതറിഞ്ഞാ മതി. അയ്യോ ചേട്ടാ ചേട്ടാ, ഒരാടെ വൃത്തിയുണ്ടല്ലോ, അത് കാലയല്ല. അതാ എല്ലാരും ശ്രദ്ധിക്കുന്നേ. ഞാൻ മുണ്ടിച്ചിരി താത്ര പാവം കുറെ ഓടി തോണ്ട് ചിരിച്ചോണ്ടിരിക്കുന്നു. അമ്മ ഞാൻ തന്നെ വെട്ടില്ല, എനിക്ക് പേടിയാവണ്ട. ഉമ്മണി വെട്ടിയാ മതി കേട്ടോ. ഇയാൾ എന്തുവാ കാണിക്കുന്നേ? അങ്ങനൊന്നും അല്ല, വളച്ച് തിരിച്ച് അങ്ങനെയൊക്കെ അതാ. അല്ല അമ്മ, അതിനകത്ത് ഞണ്ടിന്റെ കൂട്ടുകാരുള്ള വേറെ ടൂൾസ് ഉണ്ടല്ലോ, അതെന്തിനാ? എടാ ഒളിച്ചോടി പോയ എന്റെ പെണ്ണും പിള്ളവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെന്തിനാന്ന് എനിക്കറിയില്ല. അത് പിന്നെ ഒരുപാട് കേരണ്ട. അത്രയും വേണ്ട, അത്രയും വേണ്ട. എടാ കിളവ, അത് നഖമല്ല, നഖത്തിനോട് ചേർന്നുള്ള മാംസാണോ? ഹലോ, അതെ, ചെറുക്കൊരു ആക്സിഡന്റ്. ശ്രദ്ധക്കുറവാ. അതുകൊണ്ട് ഞങ്ങള് പെണ്ണ് കാണാൻ വരുന്നില്ല കേട്ടോ. ചോരയൊക്കെ കണ്ടല്ലയോ, ഇപ്പൊ ഇറങ്ങുന്നതും മംഗളമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കല്യാണത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇല്ല, ശരിയെന്നാ കേട്ടോ. വെച്ചോ. എടാ കുഞ്ഞെ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഇന്ന് 200 പവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നാളെ 500 പവൻ ഇങ്ങോട്ട് വരും. അതെ, ഇത് സെപ്റ്റിക് ആവും. ആശുപത്രി പോണം. എന്താ കാല് ഞാൻ എടുക്കണോ, നീ എടുത്തോണ്ട് വരൂ. ഇതും കൊണ്ടാണല്ലേ നഖം വെട്ടിയത്? ഏറെക്കുറെ. സെപ്റ്റിക് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കണ്ടിട്ട്. ഇവൻ എവിടുത്തെ ഡോക്ടറാ? എടാ പൊട്ട, അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെന്ന്. കോളടിച്ചല്ലോ. ഒരു കാര്യം ചെയ്യാം, ഒരു വാക്സിൻ എങ്കിലും. അല്ല, സാധാരണ ഇഞ്ചക്ഷൻ ഇല്ലയോ? ഇതിനെന്തിനാ വാക്സിൻ എടുക്കുന്നത്? എന്റെ പേരെന്തോ? ഡോക്ടർ സ്ട്രേഞ്ച് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്റെ മെയിൻ. എക്സാമ്പിൾ, ചൊറി വന്നവനെ ഓപ്പറേഷൻ ചെയ്യുക, പരിക്ക് വന്നവനെ വെന്റിലേറ്റർ ഇടുക, അങ്ങനെ ചെറിയ. അത് കൊള്ളാം. ഈ കാലെന്തോ ചെയ്യാനായിരുന്നു? ഇതിപ്പോ കാലുമുറവല്ലയോ, നമുക്ക് ഹാർട്ടൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്തേക്കാം. എടാ ചെറുക്ക, നിനക്ക് ഏതാണ്ട് വലുത് വരാനിരുന്നയാ. ഇതും കൊണ്ട് അങ്ങ് തീർന്നെന്ന് വിചാരിച്ചാ. നിങ്ങൾ ഒറ്റൊരുത്തം കാരണം. എടാ ഞാൻ കാരണോ? നീ സെപ്റ്റിക്ക് പിടിച്ച ഈ പുല്ല് കാരണമല്ലയോ? ഒരു കാര്യം ചെയ്യാം, ഉമേഷ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ പുതിയൊരു നഖം വെട്ടി കൊണ്ടുവരാൻ ഞാൻ പറട്ടിക്കായി. നിന്റെ അച്ഛനെ കൊന്ന ഈ നഖം വെട്ടി നമുക്ക് എന്തിനാടാ, കളഞ്ഞേക്കാം. അയ്യോ
ആ പപ്പേട്ടാ നഖം അയ്യോ ആ അല്ല കൊണ്ടുവന്നിട്ടുണ്ട് നീ ഒരു കാര്യം ആ രാശിയുടെ വീടിന്റെ അടുത്തോട്ട് കൊണ്ടുപോവാ. അയ്യോ നാട് പൊടിഞ്ഞ് അയ്യോ ഓക്കെ ഞാൻ അങ്ങോട്ട് വരാം. നഖം വെട്ടി ഇപ്പൊ ഏതേലും ഒരു ഫാൻസി കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കാം അല്ലേ? ഇവരെന്തുവാ എന്നെ വന്ന് നോക്കുന്നത്? കൊള്ളാലോ, കണ്ടിട്ട് പുതിയ പോലെ ഉണ്ട്. ഇനിയിപ്പോ ഫാൻസി കടയിൽ നിന്നും മേടിക്കണ്ട, ഇത് മതി. കേട്ടോ അപ്പടോ അവൻ കഴിക്കുവാടാ. വാ വാ ഇരി. അത്ര നാളായി നമ്മള് കണ്ടിട്ട്. ഞാൻ വീണ്ടും ഇങ്ങോട്ട് തന്നെയാണോ വരുന്നത്? എന്താണ്ട് സുഖങ്ങള് തന്നെ? പിന്നെ കല്യാണം മുടക്കലൊക്കെ കല്യാണം നടത്തിക്കലൊക്കെ എങ്ങനെയൊക്കെ പോന്നു? വലിയ കുഴപ്പമൊന്നുമില്ല. അവന്റെ കല്യാണം ഇപ്പൊ റെഡി ആക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അതുകൊണ്ട് നീ ഒന്ന് പോകുന്നു തിരിച്ചു. ഞാൻ എമർജൻസി ആയിട്ട് വന്നതാണ്. നാളെ തന്നെ നമുക്ക് പോണം. ശരി. ഏതെമർജൻസി? ട്രാവൽസിന്റെ ആയിരുന്നു, അത് കൊടുത്തായിരുന്നു. അപ്പൊ നാളെ തന്നെ നമുക്ക് പോണം. പപ്പേട്ടന് ഷുഗർ ആയണ്ടേ ഞാൻ ദുബായ് കരാമേന്ന് കുറച്ച് ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായി, എന്നെ വെട്ടി മൂടാനായിരിക്കും. നാരങ്ങ മിഠായി ഇപ്പൊ ഇതൊക്കെ അവിടെ ട്രെൻഡ്, ഗ്യാസ് മിഠായി, നാരങ്ങ മിഠായി ഒക്കെ ഇപ്പൊ കിട്ടും ഇവിടൊക്കെ. ഇവിടെ അത് തീരെ കിട്ടത്തില്ലല്ലോ. അതാ കരാമേൽ എല്ലാ സാധനം കിട്ടും. അല്ല ഈ വയ്യാത്ത നമുക്കൊന്നും ഇല്ലയോ? നീ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഇതെന്താ പറ്റി? കാലൊക്കെ വെട്ടി കുറിച്ചെങ്ങനെ? ചെറുക്കന്റെ കാര്യം നടത്താൻ ഒരു നഖമാണ്, ഞാൻ നഖം വെട്ടിയതാണ്. അതാണ് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അതാണോ? ഇതാണ്ട നമ്മള് സ്പെഷ്യലായിട്ട് നമ്മള് കരാമേന്ന് കൊണ്ടുവന്നത്. ഇത് ഇങ്ങനെ വളച്ചിട്ട് പൊരിച്ചു കഴിക്കാൻ നഖം ഒന്ന് തേഞ്ഞു. കണ്ടോടാ, സെയിം സാധനം, പെർഫെക്റ്റ് സാധനം. എന്റെ മനസ്സുപോലെ തന്നെ അവൻ വൃത്തിയായിട്ട് തന്നെ വെച്ചോളൂ കേട്ടോ. മക്കളെ കൊള്ളട കേട്ടോ. എടാ പൊട്ട, ഞാൻ പുതിയതൊന്നും അല്ല, പഴയ നഖം വെട്ടി തന്നെ. കണ്ടിട്ട് മനസ്സിലായില്ലേ? അവിടെയുള്ള ഷെയ്ക്കാതിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം ഇത്. അവര് വെച്ച സാധനം ഇല്ലയോ? ചുമ്മാ സൈഡിലൊക്കെ ഇച്ചിരി അഴുക്കൊക്കെ വിടാ. അപ്പൊ ഇതെന്തോ വെട്ടി നോക്കണോ? എന്നാ കണ്ട നഖം വല്ലാണ്ട് അങ്ങ് വളർന്നല്ലേ. അവിടുത്തെ ജോലിയുടെയും ചൂടിന്റെ ഒക്കെ വളർച്ച കൂടുതല എല്ലാത്തിനും. കൊതിയാവുന്ന ഒന്ന് വെട്ടിത്തരട്ടെ. ആ അത് കൊള്ളാം, നല്ല കലാകാരന്. ചെയ് ഒരാളിപ്പോ ഉറച്ചു പറയുമ്പോൾ വയനാട് ആവശ്യത്തിന് അനാവശ്യത്തിനും വെട്ടിക്കും. അടുത്ത ലീവിന് വരുമ്പോ വേണം അടുത്തത് വെട്ടാൻ. വെട്ടിക്കും. സ്പൈ വർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തവനെ അങ്ങനെ കൊണ്ടുപോയി. എങ്ങനെയുണ്ട് വേദന? ഇപ്പൊ കുഴപ്പമില്ല. അത് മരുന്നിന്റെ ശക്തി പോകുമ്പോഴേ അലറിക്കോളൂ. ഇപ്പൊ തിരിച്ചു പോകുന്ന ആര്യ മെഡിക്കൽ ചെക്കിങ് ഉണ്ട്.